ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് 100 ചോദ്യങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ച കണ്ടന്റും അതുപോലെ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതും ചോദ്യങ്ങളിലൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. പഠിച്ചവ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് ഒന്ന് മെമ്മറിയിൽ സെറ്റാക്കാനായിട്ടും പോവാണ് കേട്ടോ. നോക്കാം, ഒന്നാമത്തെ ചോദ്യം. കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയാണോ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിന്റെ പ്രസിഡന്റ്? അല്ല, ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജി കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയത് ഏത് വർഷമാണ്? 1924 കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിലാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന 2 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ പഠിക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ക്വസ്റ്റ്യൻസ് വരുന്ന ഫുൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ പഠിക്കുമ്പോൾ ഓരോന്നും സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട്, ഇപ്പോൾ ഒരു സിംഗിൾ ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അതിന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എങ്ങനെ വരാമെന്ന് ചിന്തിച്ചിട്ട് പഠിക്കുക കേട്ടോ. അടുത്തത് നോക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയായിരുന്നു? ഖേദ സത്യാഗ്രഹം, ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം ആയിരുന്നു ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം അല്ലേ. അപ്പോൾ 1ഉം 3ഉമാണ്. മീററ്റും ഹോം റൂളും ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങളിൽ പെടുന്നില്ല. അപ്പോൾ 1ഉം 3ഉമാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ ഇവിടെ തന്നിട്ടുള്ളവർ ആരൊക്കെയാണ്? അതറിയണമെങ്കിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്നവരാരൊക്കെയാണെന്ന് അറിയണം അല്ലേ. പെത്വിക് ലോറൻസ്, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അപ്പോൾ എന്തായിരുന്നു ക്യാബിനറ്റ് മിഷൻ എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ക്യാബിനറ്റ് മിഷൻ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1946 കൊണ്ടുവന്നിട്ടുള്ള ഒരു മിഷനാണ് ക്യാബിനറ്റ് മിഷൻ. ഓക്കെ, ക്യാബിനറ്റ് മിഷൻ അത് ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി ആണ് കേട്ടോ. ക്ലെമന്റ് ആറ്റ്ലി. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാബിനറ്റ് മിഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യാബിനറ്റ് മിഷനിൽ ഇതൊരു PYQ ഇതിന് മുന്നേയും ചോദിച്ചിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ, ഇതുപോലെ അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ക്യാബിനറ്റ് മിഷനിൽ അംഗമായിരുന്നവരാരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, സർ AV അലക്സാണ്ടർ. ഓക്കെ, അപ്പോൾ AV അലക്സാണ്ടർ ഉണ്ട്, സ്റ്റെഫോർഡ് ക്രിപ്സ് ഉണ്ട്, ഇനി അതുപോലെ പെത്വിക് ലോറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അംഗം അല്ലാതിരുന്ന വ്യക്തികൾ 1, 2 മൗണ്ട് ബാറ്റൺ പ്രഭുവും ഇർവിൻ പ്രഭുവാണ്. 1ഉം 2 ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ. അപ്പോൾ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ? ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ വികസനത്തിനും കൂടുതൽ അധീനത ഉറപ്പാക്കുന്നതിനും വേണ്ടിയിട്ട് വെല്ലസ്ലി പ്രഭു തൻ്റെ ഭരണകാലത്ത്, അതായത് 1798 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്ത് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം നോക്കാം, 1798 നടപ്പിലാക്കിയത്. ശരിയാണല്ലോ. കഴ്സൺ പ്രഭു ആണോ? അല്ല, വെല്ലസ്ലി പ്രഭു ആണ് കേട്ടോ. വെല്ലസ്ലി പ്രഭു ആണ് നടപ്പിലാക്കിയിട്ടുള്ളത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. ഇതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുള്ളത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അപ്പോൾ ബന്ധപ്പെടാത്ത പ്രസ്താവന 1 മാത്രമേ ഉള്ളൂ, അതായത് രണ്ടാമത്തെ ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ ബി ആണ് 2 മാത്രം. ഓക്കെ, സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? 1798 നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. വെല്ലസ്ലി പ്രഭുവാണ് നടപ്പിലാക്കിയത്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യൻ മുസ്ലിങ്ങൾ രൂപം നൽകിയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകർ ആരൊക്കെയായിരുന്നു? നമ്മൾ ഒരുപാട് തവണ PSC ചോദ്യങ്ങളിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. ഇത് കൂടാതെ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി എന്നിവരും കൂടെ ഉണ്ട് കേട്ടോ.
മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തന്നിട്ടുള്ളവർ നോക്കിക്കേ. മൗലാന മുഹമ്മദ് അലി ഉണ്ട്, മൗലാന ഷൗക്കത്ത് അലിയും ഉണ്ട്. മറ്റു രണ്ടുപേരും ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരല്ല, മുഹമ്മദ് അലി ജിന്നയും സലീം അലിയും. ഓക്കെ, അപ്പൊ നമ്മളോട് ചേർത്ത് പറയപ്പെട്ട പേരുകളാണ് ചോദിച്ചിട്ടുള്ളത്. 5 ഓപ്ഷൻ 1 4 ആണ്. 1 4 സി, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത്? ഏത് രാജ്യത്ത് നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് സ്വീകരിച്ചത് എന്നത് ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വന്നേക്കാം, ശ്രദ്ധിക്കുക. അടുത്തത്, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം ഏതാണ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശമാണ് മണിപ്പൂർ. മണിപ്പൂർ. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാനാണ്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ ഒരു സംസ്ഥാനമുണ്ട് 1997, അത് തമിഴ്നാടാണ് കേട്ടോ. 2005 പാസ്സായിട്ടുള്ള വിവരാവകാശ നിയമം പാസാക്കിയതാണ് രാജസ്ഥാൻ. ഓക്കെ, അതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക, മാറിപ്പോരുത്. നമുക്ക് അറിയാവുന്ന കാര്യം തെറ്റിപ്പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്, ശ്രദ്ധിക്കുക കേട്ടോ. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളതാർക്കാണ്? ഇവിടെ തന്നിട്ടുള്ളവരിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ് കേട്ടോ, പാർലമെന്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. പ്രധാനപ്പെട്ട 3 സത്യാഗ്രഹങ്ങളും അവയുടെ നേതാക്കന്മാരെയുമാണ് തന്നിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവാണ് TK മാധവൻ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്, നമുക്കറിയാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് TK മാധവനാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് ആരാണ്? അത് C കേശവനാണ് കേട്ടോ, C കേശവനാണ്. പാലിയം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് C കേശവനാണ്, വക്കം അബ്ദുൽ ഖാദർ അല്ല, തെറ്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പനാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ നമ്മളോട് ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. വൈക്കം സത്യാഗ്രഹം TK മാധവൻ, ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവ? ചട്ടമ്പി സ്വാമികളുടെ രചനയും ശ്രീനാരായണ ഗുരുവിന്റെ രചനയൊക്കെ ഒത്തിരി ചോദിക്കുന്നുണ്ട്, ഓർത്തിരിക്കുക. നോക്കാം. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികളുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് വേദാധികാര നിരൂപണം. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാഞ്ഞത് ഭാഗ്യം എന്ന് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ട ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് കേട്ടോ വേദാധികാര നിരൂപണം എന്നത്. ഇനി ആത്മോപദേശ ശതകം, അത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് കേട്ടോ, ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് ആത്മോപദേശ ശതകം. അഭിനവ കേരളം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റെതാണ് കേട്ടോ, വാഗ്ഭടാനന്ദൻ്റെതാണ്. ആദിഭാഷ ചട്ടമ്പി സ്വാമികളുടെ മറ്റൊരു കൃതിയാണ്, ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. ഓക്കെ, അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? വേദാധികാര നിരൂപണവും ആദിഭാഷയുമാണ്. അപ്പോൾ ഏതാണ്? 1 4 ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ? ശക്തൻ തമ്പുരാന്റെ ഭരണം. അപ്പൊ ആരാണ് ശക്തൻ തമ്പുരാൻ? നമുക്ക് നോക്കാം. കൊച്ചി നാട്ടുരാജ്യത്തെ പ്രശസ്തനും ശക്തനുമായ ഭരണാധികാരിയായിരുന്നു ശക്തൻ തമ്പുരാൻ. ആധുനിക കൊച്ചിയുടെ പിതാവ്, തൃശൂർ പൂരം ആരംഭിച്ച കൊച്ചി നേതാവ്, തൃശൂർ നഗരത്തിന്റെ ശില്പി, കൊച്ചിയിലെ ജന്മിത്വം അവസാനിപ്പിച്ച ഭരണാധികാരി, ഇതെല്ലാം തന്നെ ശക്തൻ തമ്പുരാനാണ്. ആധുനിക കൊച്ചിയുടെ പിതാവ്, തൃശൂർ പൂരം ആരംഭിച്ച കൊച്ചി രാജാവ്, തൃശൂർ നഗരത്തിന്റെ ശില്പി, അതുപോലെ കൊച്ചിയിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച ഭരണാധികാരി, ഇതെല്ലാം തന്നെ ശക്തൻ തമ്പുരാനാണ്. ഇനി കൊച്ചി രാജ്യത്തെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? അതും ശക്തൻ തമ്പുരാന്റെ കാലഘട്ടമാണ്. കൊച്ചി രാജ്യത്തെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാന്റെ ഭരണ കാലഘട്ടമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കോവിലകത്തും വാതുക്കൽ, കൊച്ചി രാജാവായിട്ടുള്ള ശക്തൻ തമ്പുരാന്റെ കീഴില്
താലൂക്കുകൾക്ക് സമാനമായി കൊച്ചി രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ ഘടകമാണ് കോവിലകത്തും വാതുക്കൽ എന്നത്. കോവിലകത്തും വാതുക്കൽ. താലൂക്കുകൾക്ക് സമാനമായിട്ട് കൊച്ചി രാജ്യത്തിൽ നിലനിന്നിരുന്ന ഭരണ ഘടകമാണ് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? കോവിലകത്തും വാതുക്കൽ. തൃശൂർ പൂരം ആരംഭിച്ചു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൃശൂർ പൂരം ആരംഭിച്ച കൊച്ചി രാജാവാണ് ശക്തൻ തമ്പുരാൻ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 1, 2 എന്നിവ ശരി. ഇനി കുളച്ചൽ യുദ്ധം നടന്നു എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ല അല്ലെ. എന്തുകൊണ്ടാ? കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയവരാരൊക്കെയാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ് കേട്ടോ. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ്. ഇനി ശക്തൻ തമ്പുരാന്റെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ 1790 മുതൽ 805 വരെയാണ്. ഓക്കെ, 1790 മുതൽ 1805 വരെ. ഓക്കെ ആണല്ലോ. അപ്പൊ രണ്ട് കാലഘട്ടമാണ്, രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഇത് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു. ഇത് ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളതാണ്. കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു എന്നത്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ബന്ധപ്പെട്ടതാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2, 4 എന്നിവയാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ്? സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15 ഇത് നടന്നത്. 1721 ഇത് നടന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു കേട്ടോ. ആദിത്യവർമ്മയാണ് ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. എന്നാൽ മാർത്താണ്ഡവർമ്മയായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ആറ്റിങ്ങൽ കലാപത്തിൽ പഠിക്കാനുണ്ട്. എന്താണ്? വേണാട് ഉടമ്പടി കേട്ടിട്ടുണ്ടോ? വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടിയാണ്. ഈ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ഉണ്ട്. അതാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മാർത്താണ്ഡവർമ്മയല്ല നേതൃത്വം കൊടുത്തത്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ ഭരണാധികാരി ആദിത്യവർമ്മയായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റിൽ യോജിക്കാത്തത് 4 മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഏതാണ്? അത് ഇടുക്കി ജില്ലയാണ് കേട്ടോ. ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി ജില്ല. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ബാർലി മാത്രമാണ്. ബാർലിയാണ്. ബാർലി ഒരു റാബി വിളയാണ് കേട്ടോ. റാബി വിളയാണ്. ബാർലി ഒരു റാബി വിളയാണ്. ഇനി അടുത്തത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 1998 മെയ് 17 1998 മെയ് 17 ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 1998 മെയ് 17. ഓക്കെ, 4 പോയിന്റ്സ് ആണ് ഇവിടെ കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കി നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. അടുത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും GST ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? 101 ഭരണഘടനാ ഭേദഗതിയാണ് കേട്ടോ. 101 ഭരണഘടനാ ഭേദഗതി GSTയുമായി ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് ഓർത്തിരിക്കുക.
ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മെഹലനോബിസുമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 4 തന്നെ ശരിയാണ്. B ആണ് നമ്മുടെ ആൻസർ. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങളാണ് കണ്ടൽ വനങ്ങൾ. കണ്ടൽ വനങ്ങൾ. ഭ്രംശത് താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതാണ്? ഭ്രംശത് താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദിയാണ് നർമ്മദ നദി. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി എന്ന് പറയുമ്പോൾ തബിയായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഭ്രംശത് താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഒരു നദിയേ ഉള്ളൂ, അത് നർമ്മദയാണ് കേട്ടോ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയുമാണ്. ഗംഗയും ബ്രഹ്മപുത്രയും. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചത് ആസാമിലാണ് കേട്ടോ. ആസാം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത NH 744 ആണ്. 744. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ്? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട്. പാലക്കാട്. സെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. നൂറനാട്. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏതാണ്? അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം വെള്ളായണി കായലാണ് കേട്ടോ. വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ്. കുമളി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥാപിതമായത് എവിടെയാണ്? അത് ആലുവയിലാണ് കേട്ടോ. ആലുവ. കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് മേപ്പാടിയിലാണ്. മേപ്പാടി. ദീർഘദൂര
റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇപ്പൊ നീതി ആയോഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരികയാണെങ്കിൽ അതിലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ കാണാം, നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ശരിയോ തെറ്റോ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് വന്നേക്കാം. അപ്പോൾ അത്തരത്തിൽ വേണം നമ്മൾ ഇനി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ PSCയുടെ ചോദ്യങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് വരുന്നു എന്നേ ഉള്ളൂ. ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. അടുത്തത് ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1098 ആണ് കേട്ടോ. 1098 ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. അടുത്തത് വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വൈലോപ്പള്ളി ശ്രീധര മേനോന്റെ കൃതിയാണ് കേട്ടോ. വിത്തും കൈക്കോട്ടും എന്നത് വൈലോപ്പള്ളി ശ്രീധര മേനോന്റെ കൃതിയാണ്. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ ആണ്. ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ് കേട്ടോ. തെലങ്കാന. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തെലങ്കാന. അടുത്തത് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹാൽ തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? പ്രചന്ദ്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചന്ദ്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? അത് നൂറുമേനിയാണ്. വൈറ്റമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ എന്നാണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ എന്ന് തന്നെയാണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗമുണ്ടാകുന്നു. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. 2 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. 1ഉം 2ഉം ശരിയാണ് എന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് എന്താണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണത്? സ്റ്റേപ്പിസ് ആണ്. ചെവിയിലെ അസ്ഥിയായിട്ടുള്ള സ്റ്റേപ്പിസ് ആണ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൂത്തിയാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മല. നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? നെഫ്രൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗമാണ് വൃക്ക. അടുത്തത് കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. കേട്ടോ. രാസസമവാക്യങ്ങൾ സമീകരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത്? രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ പിണ്ഡഗുണമാണ് സമീകരിക്കപ്പെടുന്നത്. ആധുനിക പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഓക്കെ. അടുത്തത് ദ്രാവകാവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏതാണ്? ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന മെർക്കുറിയുടെ അയിരാണ് സിനബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നവയിൽ ഏത് കാരണം കൊണ്ടാണ്? പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാകം ചെയ്യാൻ കഴിയുന്നത്
മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ടാണ്. മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നു. ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് ചലന നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്? അത് ജഡത്വമാണ് കേട്ടോ, ജഡത്വം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി. സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കുവാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേരാണ് ഏതാണ്? ആദിത്യ L1 മിഷനാണ്. ആദിത്യ L1 മിഷൻ. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എത്ര ദിവസം എടുക്കും? 8 ദിവസം. 8 ദിവസം എടുക്കും. പുകവലി മൂലമുണ്ടാകുന്ന രോഗം. ഇവിടെ തന്നിട്ടുള്ളവയിൽ പുകവലി മൂലമുണ്ടാവുന്ന രോഗം ഏതാണ്? ബ്രോങ്കൈറ്റിസ് ആണ്. ബ്രോങ്കൈറ്റിസ്. നോക്കിക്കേ, പ്രമേഹം, മഞ്ഞപ്പിത്തം, കരൾ വീക്കം എന്നിവയാണ് മറ്റു മൂന്നും. പുകവലി മൂലമുണ്ടാവുന്ന രോഗം ബ്രോങ്കൈറ്റിസ് ആണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. കരൾ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം. ഇവിടെ തന്നിട്ടുള്ളവയിൽ ചലനരഹിത സന്ധിക്ക് ഉദാഹരണമാണ് തലയോട്ടിയിലെ സന്ധി. തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജനാവയവം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനാവയവം ഏതാണ്? വൃക്കയാണ്. വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏതാണ്? ഹൃദയത്തിൽ 4 അറകളുള്ളത്. മനുഷ്യന്റെ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. പാറ്റയുടെയോ? പാറ്റയ്ക്ക് 13 അറകളുണ്ട് കേട്ടോ. പാറ്റയുടെ ഹൃദയത്തിന് 13 അറകളുണ്ട്. മത്സ്യത്തിന് 2 ഹൃദയ അറകളാണ് ഉള്ളത്. അപ്പൊ ഹൃദയത്തിൽ 4 അറകളുള്ളത് ആർക്കാണ്? മനുഷ്യനാണ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ബി ആണ് കേട്ടോ. വിറ്റാമിൻ ബിയും സിയും ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളവയിൽ വിറ്റാമിൻ ബി ആണ്. മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? താലോലം പദ്ധതിയാണ്. താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളാണുള്ളത്. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം. താഴെ തന്നിട്ടുള്ളവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരിയാണ് വൈറസ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ്? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരിയാണ് ബാക്ടീരിയ. ബാക്ടീരിയ. അടുത്ത ചോദ്യം, സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ. താഴെ പറയുന്നവയിൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതൊക്കെയാണ്? ട്രൈബ്സിന്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്, നോക്കാം. കുബു ട്രൈബ്സ്. കുബു ട്രൈബ്സ് സൗത്ത് ഈസ്റ്റ് സുമാത്ര, ഇന്തോനേഷ്യയിലുള്ള ഫോറസ്റ്റിൽ തന്നെ കാണപ്പെടുന്ന ഒരുതരം സെമി നൊമാഡിക് ആയിട്ടുള്ള ട്രൈബ്സ് ആണ്. അപ്പോൾ ഇവർ ഉഷ്ണ മരുഭൂമിയിലുള്ളവരല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്തത് ബുഷ്മൻ ആണ്. ബുഷ്മൻ ഉഷ്ണ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ഗോത്രവിഭാഗം, ഗോത്രവർഗക്കാരാണ്. അപ്പം അത് ശരിയാണ്. അടുത്തത് ദയാക്ക് ആണ്. ദയാക്ക് എന്ന് പറയുന്നത് ബോർണിയോയിലുള്ള ഇൻഡിജിനസ് ഗ്രൂപ്പാണ്. ബോർണിയോയിൽ കാണപ്പെടുന്ന ഇൻഡിജിനസ് ഗ്രൂപ്പായിട്ടുള്ള ഗോത്രവർഗ വിഭാഗമാണ്. അപ്പം ഇവരും ഉഷ്ണ മരുഭൂമിയിലുള്ളവരല്ല. പിന്നുള്ളത് ത്വരക്കാണ്. അവർ ഉഷ്ണ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ്. അപ്പോൾ 2ഉം 4ഉം ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 4ഉം. ബുഷ്മനും ത്വറാക്കും ആണ് ഉഷ്ണ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഗോത്രവർഗ്ഗങ്ങൾ. ചിലപ്പോൾ ചോദിച്ചേക്കാം ബുഷ്മൻ ത്വറാക്ക് എന്നത് എന്താണ്, അല്ലെങ്കിൽ എന്ത് വിഭാഗമാണ് എന്ന് ചോദിച്ചേക്കാം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക ഉഷ്ണ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗമാണ്. ഓക്കെ. അടുത്തത്, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥി.
അടുത്ത ചോദ്യം നോക്കാം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിതമായ വസ്തുക്കളാണ് മൂലധനം. അടുത്തത് 2013 സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രം. 2013 സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രമാണ് ഐസൺ എന്നത്. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? അത് പാർമ സർവകലാശാലയാണ്. പാർമ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. 82.5 ഡിഗ്രി ഈസ്റ്റ്. ഓക്കെ. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് 23.5 ഡിഗ്രി നോർത്ത് എന്നത്. 23.5 ഡിഗ്രി നോർത്ത്. ഇവിടെ നോർത്താണ്, മേലെ നമ്മൾ പറഞ്ഞത് ഈസ്റ്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? എത്രയാണ്? 30 ഡിഗ്രി അളവാണ്. 30 ഡിഗ്രി. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപത്തിന്റെ പേരാണ് കരേവ എന്നത്. കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇവിടെ തന്നിട്ടുള്ളവയിൽ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പഞ്ചസാര വ്യവസായം. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശമാണ് വിശാഖപട്ടണം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശ് ടിബറ്റ് എന്നീ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം. ഇവിടെ തന്നിട്ടുള്ളവയിൽ ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് കൽക്കരി. ഇനി ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നവയാണ് ഗ്രാമീണ റോഡുകൾ. എന്താണ് ഗ്രാമീണ റോഡുകൾ? ഗ്രാമപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ഗ്രാമീണ റോഡുകൾ. ഭൂപ്രകൃതി സ്വാധീനം ചെലുത്തുന്നത് കൊണ്ട് തന്നെ ഗ്രാമീണ റോഡുകളിൽ സാന്ദ്രതയിൽ പ്രാദേശികമായിട്ട് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നവയാണ് ഗ്രാമീണ റോഡുകൾ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ആരാണ് നിർവഹിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അടുത്തത്, സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ആണോ? ഗ്രാമീണ റോഡുകളാണോ? അല്ല കേട്ടോ, സംസ്ഥാന പാതകളാണിത്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ ഏതാണ്? അത് സംസ്ഥാന പാതയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ള വസ്തുതയാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് കേട്ടോ. 1ഉം 2ഉം എന്നിവ ശരി. ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? 1986ലാണ്. 1986. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രമാഭായ്, പണ്ഡിത രമാഭായ്. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടിയിട്ട് ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരമാണ് അഹമ്മദാബാദ് സത്യാഗ്രഹം, അല്ലെങ്കിൽ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. ഓക്കെ. ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഗാന്ധിജി കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? അത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല.
അടുത്ത ചോദ്യം, നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡിലിയുവിനെയാണ്. റാണി ഗൈഡിലിയു. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. 1922. 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? 1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അത് ഫസൽ അലിയാണ് കേട്ടോ, ഫസൽ അലി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ലാഹോറിൽ വെച്ചാണ്. 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവെയാണ്. ആചാര്യ വിനോബ ഭാവെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? അത് അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, കണ്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചോദ്യ പേപ്പറിൽ പോലും കണ്ടതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളിയാണ് CK ലക്ഷ്മണൻ. CK ലക്ഷ്മണൻ. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തൃതി. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക, പഠനം നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.